അല്ലാഹു ഹറാമാക്കിയത് എന്തേ ഉള്ളൂ? അല്ലാഹു ചൊന്നല്ലേ കള്ളു കുടിക്കണ്ട, വ്യഭിചാരത്തിന് പോണ്ട, ഹറാമായ പ്രവൃത്തിക്ക് പോണ്ട, മോഷണത്തിന് പോണ്ട, ബഡ്ഡി തിന്നുക പോണ്ട, ഹറാമുള്ളത് പിന്നെടുത്തത് വലിച്ചു തിന്നുക പോണ്ട. ഹലാലായത് നീ സ്നേഹിച്ചിട്ട് നിന്റെ ത്വയ്യിബായ നിനക്ക് നീ ഹലാലായത് നല്ലത് മാത്രം നീ അധ്വാനിച്ചിട്ട് നീ ചോറ് തിന്ന് നീനോട് ദീവിക്ക് ചൊന്നിട്ട് വിശുദ്ധ ഖുർആൻ ചൊന്നു തിന്നിരുമ്പോ ഹറാമായ വിഷയത്തിന് മുട്ടു നിൽക്കുന്ന ആൾമാർ അതല്ലേ തഖ്വ. അങ്ങനത്തെ ആൾമാരൊട്ട് അല്ലാഹു ചൊല്ലോ ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം. ആ തഖ്വയുള്ള മനുഷ്യന്മാരൊട്ടത് ഈ ദുനിയാവിനാട്ടും ഖൈറല്ലേ. ഈ ദുനിയാവിൽ ഇന്ന് എല്ലാത്തിനാട്ടും ഖൈറ് ഒരു മനുഷ്യന് ഈ ദുനിയാവ് ഇന്ത്യ ചൊല്ല രാജ്യം മാത്രല്ല, വേൾഡിൽ നിന്ന് എല്ലാ രാജ്യത്തിൽ നിന്ന് കോടാന കോടി എല്ലാ സൗസത്വം ഒരാളെ കയ്യിൽ വന്ന് ഈ ലോകത്തിന് പ്രപഞ്ചത്തിന് അധികാര ഒരേ ഒരു മനുഷ്യന്റെ കയ്യിൽ പടച്ചോട് തന്ന ഈ ലോകത്തെ പ്രപഞ്ചത്തെ കൺട്രോൾ ആക്കുള്ള എല്ലാ അതൊരു റിമോട്ട് ഒരു രാജാവിടെ ഒരു വലിയ രാജാവിടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായേക്കോ അവനാ അതിരാട്ടും വലിയത് ലോകത്ത് പിന്നൊരുത്തത് കിട്ടുകയില്ല. ആയങ്ങ നിന്റെ പെരുസത്തെ മുസ്ലിമേ നിങ്ങൾ ആലോചന കറോ അതിരാട്ടിം വലിയ ഖൈറ് അതിരാട്ടിം ഖൈറായത് പടച്ചോട് റെഡിയാക്കി വെച്ചിരാ. എന്നെ ലോകത്തെ വിഷയം വേണ്ട. ഈ നന്ദാപര ചൊല്ലറായത്തില് എത്ര അകമുണ്ടോ, എത്ര ഏക്കര കണക്കിന് പക്കമുണ്ടോ, ഈ ഇതിനെല്ലാ സ്ക്വയർ ഫീറ്റ് കണക്കാക്കിട്ട് എല്ലാരെ ഔത്തയും എല്ലാരെ ബിൽഡിങ്ങും ഒരാളുക എടുക്കുക പടച്ചോട് തൗഫീഖ് തന്നോ. ആയങ്ങ അവനുകല്ല അവന്റെ മക്കളെ അങ്ങനെ കാലാകാല ജീവിക്കുള്ള സ്വത്ത് അവന് ആസ്തി അവന്റെ കൈക്ക് വന്നിണ്ടായെങ്ങ അവനക്ക് എത്ര സന്തോഷം കിട്ടോ. സൗദി പോയാ ഗൾഫുക്ക് പോയിട്ടൊരു 10 വർഷം അവൻ നയിച്ചിട്ട് വന്നിട്ട് മൈക്കാലത്ത് വന്നിട്ട് ഒരു 2 കോടി ഉൾപ്പെടെ ഒരു വലിയ ഫ്ലാറ്റ് ഇടാ അല്ലെങ്കിൽ 2 ഫ്ലാറ്റ് എടുത്തിട്ട് ഒരു ഫ്ലാറ്റിൽ അവനും അവന്റെ പെഞ്ഞായും അവന് താമസിക്കടാ. പിന്നൊരു ഫ്ലാറ്റ് ഒരു 25,000 വാടക കൊടുത്തിട്ടുണ്ടായെങ്ക അവന്റെ മനസ്സിൽ റാഹത്ത് വേണ്ട. അല്ലാ തന്റെ കഷ്ടമെന്നേക്ക് പടച്ചോണ് തന്ന എന്നൊക്കെ നയിക്കാണ്ട് ചോറുണ്ടൊക്കെ പടച്ചോണ് ഒരു വ്യവസ്ഥ തന്നല്ലേ അവന്റെ മനസ്സിൽ സന്തോഷം പണ്ടില്ലേ. ഇതെല്ലാം താൽക്കാലികമല്ലേ, ഇതെല്ലാം താൽക്കാലികമല്ലേ. ഞങ്ങളൊട്ടുക പണ്ടില്ല ഈ ദുനിയാവിൽ നമുക്ക് ശാശ്വതമായ ജീവിതമില്ല. ആയങ്ങളെ ഇതിരാട്ടിം ഖൈറ് സ്വർഗത്തിന് ഒരു തരി മണ്ണുണ്ടല്ലേ, ആ സ്വർഗത്തിന് ഒരു തരി മണ്ണ് ഒരു മനുഷ്യന്റെ കയ്യിൽ ഇങ്ങനെ ഭാരിട്ട് കോരിട്ട് പിടിക്കണ ഒരു തിരി സ്വർഗത്തെ മണ്ണ് അത് കസ്തൂരിടാട്ടിൻ സൗഗന്ധമുണ്ടോ. ആ മണ്ണ് അത് സുബ്ഹാനല്ലാഹ് ഈ ലോകത്തിനാട്ടിൻ വിലയുണ്ടോ. ലോകത്തിന് കോടി മനുഷ്യന്മാർക്കെന്ന് കോടി കണക്കിന് ആസ്തി ഉണ്ടല്ലേ അതിരാട്ടിം ഖൈറല്ലേ.